സോ നമ്മൾ API സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പ്രൊഡക്റ്റ് ആഡ് ചെയ്യണേ ജസ്റ്റ് നമ്മൾ റിലേഷൻഷിപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പേജാണിത്, ഹോം പേജ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു API ഉണ്ടാക്കുകയാണ്. ഈ പ്രൊഡക്ട്സ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു API ഉണ്ടാക്കുകയാണ്. ഓക്കെ, എല്ലാ പ്രൊഡക്ട്സ് ആദ്യം നമുക്ക് PHP MyAdmin പോയി നോക്കാം എന്തൊക്കെ ഇപ്പോൾ അവിടെ ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കാർട്ടിൽ പ്രൊഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. നമ്മളിതിൽ ഓൾറെഡി നമ്മളെ അഡ്മിൻ പാനലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫിലമെൻ്റ് വെച്ചിട്ട്. ഓക്കെ, അതിൽ നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഞാനൊരു 2 പ്രൊഡക്ട്സ് കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഇമേജ് നമ്മൾ ഫീൽഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു മൈഗ്രേഷൻ ഉണ്ടാക്കണം. നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് കുറച്ച് ഡാറ്റാസൊക്കെ ഡാബിളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈഗ്രേഷൻ ചെയ്യാല്ലാതെ വേറെ നിർത്തിയില്ല. അപ്പോൾ ആർട്ടിസൺ മേക്ക് മൈഗ്രേഷൻ ആഡ് ഇമേജ് കോളം ഇൻ ടാബിളിൻ്റെ പേര്. ഓക്കെ, എന്നിട്ട് ആ മൈഗ്രേഷനിൽ പോയിട്ട് ജസ്റ്റ് അതിൻ്റെ അപ്പും ഡൗണും കൊടുക്കുക. തൽക്കാലം ഇമേജ് നള്ളബിളായിട്ട് കൊടുക്കുന്നത്. ഇമേജ് ചില പ്രോഡക്റ്റിന് ഇമേജ് ഉണ്ടാവും, ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണ് നള്ളബിൾ കൊടുക്കുന്നത്. എന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈഗ്രേഷൻ നമുക്ക് ടേബിൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് തന്നെ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫിലമെൻറ്റിലെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇമേജിൻ്റെ സെക്ഷൻ കാണിക്കണം. അപ്പോൾ ഞാനത് പെട്ടെന്ന് ചെയ്യാം. ഒരു ഇമേജിൻ്റെ ജസ്റ്റ് സിമ്പിളാണ്, ഒരു ഇമേജ് ഫീൽഡ് കൊടുത്താൽ മതി. അല്ല, ഫയൽ അപ്ലോഡ് ഇമേജ്. ഓക്കെ, അപ്പോൾ ഇമേജിൻ്റെതുമായി ഇനി ഞാൻ 2 ഇമേജസ് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് പ്രൊഡക്ട്സ് ആഡ് ചെയ്തു. ഇതിലിപ്പോൾ iPhone 12 Pro, MacBook Air, Apple Watch, ഈ 3 സാധനങ്ങളിപ്പോൾ ആഡ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് API ബിൽഡ് ചെയ്യാം. നമുക്ക് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനുള്ള API ബിൽഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പോസ്റ്റ്മാൻ പറഞ്ഞ സോഫ്റ്റ്വെയറാണ് API ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത് എല്ലാവരും ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, പോസ്റ്റ്മാൻ. അപ്പോൾ എൻ്റെ പോസ്റ്റ്മാനിൽ ഞാൻ പുതിയൊരു കളക്ഷൻ ഉണ്ടാക്കണം. നമ്മുടെ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനിവിടെ ബ്ലാങ്ക് കളക്ഷൻ്റെ പേര് നമ്മൾ ഈ കാർട്ടെന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രൊഡക്ട്സ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ പ്രൊഡക്ട്സ്. ഓക്കെ, ഇതിൽ നമുക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കുക പേര് ആണെങ്കിൽ. അത് പല കൺവെൻഷൻ നമുക്ക് ഇഷ്ടമുള്ളമായി കൊടുക്കുക. തൽക്കാലം പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു റിക്വസ്റ്റ് ആയിട്ട് ഞാനിവിടെ ലിസ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, API ഉണ്ടാക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പ്രൊജക്റ്റിലൊക്കെ ഓൾറെഡി API ഉണ്ടോ നോക്കുക. ഇല്ല, API.php എന്ന ഫയൽ ഇതിലില്ല. അതിനർത്ഥത്തിൽ APIൻ്റെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടെർമിനൽ എടുക്കുക, PHP ആർട്ടിസൺ ഇൻസ്റ്റാൾ API എന്ന് കൊടുക്കുക. അപ്പോൾ APIക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലാറാവലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും. അതിൽ മെയിനായിട്ടുള്ളതാണ് ലാറാവൽ സാങ്ക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അതിൽ നോക്കാം. ആദ്യം ഇതൊന്ന് ഇൻസ്റ്റാൾ ആവട്ടെ. അപ്പോൾ ചോദിക്കും ഇതിലൊരു മൈഗ്രേഷൻ ചെയ്യാണ്ട്, API ഇൻസ്റ്റാൾ ചെയ്യാൻ അവൾക്കൊരു മൈഗ്രേഷൻ പെൻഡിങ് ഉണ്ട്, അത് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇപ്പോൾ കറൻറ്റ്ലി നമ്മുടെ ടേബിൾ എങ്ങനെ നിൽക്കണം നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഇത്രയും ടേബിൾസ് ഉള്ളത്. അതേപോലെ യൂസേഴ്സിൻ്റെ ടേബിൾ നോക്കാം, ഇതിൽ ഇത്രയും ഫീൽഡ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് യെസ് അടിക്കാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്തത് പേഴ്സണൽ ആക്സസ് ടോക്കൺസ് എന്ന ടേബിൾ ക്രിയേറ്റ് ആയി ചെയ്തത്. അപ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതാ പേഴ്സണൽ ആക്സസ് ടോക്കൺ സെൻറ്ററിലുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മളെ APIൻ്റെ ടോക്കൺസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു യൂസറിൻ്റെ ടോക്കൺസൊക്കെ ഈ ടേബിളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം, ഒതൻറ്റിക്കേഷൻ എത്തുമ്പോൾ വരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തോടുകൂടി റൗട്ട്സിൽ നമുക്ക് API.php പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ ഓൾറെഡി സാധനത്തെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട്. ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മുടെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടൊരു കൺട്രോളർ ഉണ്ടാക്കുക. പ്രൊഡക്ട്സിന് APIക്ക് വേണ്ടിയിട്ടൊരു കൺട്രോളർ. ഓക്കെ, PHP ആർട്ടിസൺ മേക്ക് കൺട്രോളർ API/ നമ്മുടെ പ്രൊഡക്റ്റ് കൺട്രോളർ എന്ന് കൊടുക്കുകയാണ്.
ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ API/പ്രൊഡക്റ്റ് കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൺട്രോളറിൻ്റെ ഉള്ളിൽ തന്നെ HTTP കൺട്രോളറിൻ്റെ ഉള്ളിൽ API പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഈ പ്രൊഡക്റ്റ് കൺട്രോളർ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലേഡ് സാധാ ലറാവലിലെ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ പാനൽ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് കൺട്രോളർ ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ APIക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, APIക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് കൺട്രോളർ നമ്മൾ API പറഞ്ഞ ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ API പറഞ്ഞ ഫോൾഡർ വന്നു, ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കൺട്രോളർ വന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്, നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ API ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പബ്ലിക് ഫംഗ്ഷൻ ഇൻഡെക്സ് എന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രൊഡക്ട്സും എന്ത് ചെയ്യും, വേരിയബിളോട്ട് എടുക്കും. അതിനുശേഷം റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് JSON ആയിട്ട് ആ പ്രൊഡക്ട്സ് എല്ലാം റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് കൺട്രോളറിൻ്റെ ഈ സാധനം നമ്മൾ APIയിൽ പോയിട്ട് റൗട്ട് സെറ്റ് ചെയ്യണം. റൗട്ട് ഗെറ്റ് പ്രൊഡക്ട്സ്. ഓക്കെ, എന്നിട്ട് പ്രൊഡക്റ്റാണ് ഇതിങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം ഡയറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഒന്നിൽ തവണ കൂടുതൽ തവണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് കണ്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. ഒറ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് കൺട്രോൾ ഇൻഡെക്സ് പറഞ്ഞ ഫംഗ്ഷൻ ഈ റൗട്ടിലോട്ട് റിക്വസ്റ്റ് വരുമ്പോൾ പ്രൊഡക്റ്റ് കൺട്രോളിലെ ഇൻഡെക്സ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും ഗെറ്റ് ചെയ്യും, അത് JSON ആയിട്ട് റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇതിലൊരു പ്രത്യേകം എന്താ വെച്ചാൽ ഈ API.php എന്നുള്ള ഈ ഫയലിൽ ഉള്ള എല്ലാ റൗട്ട്സിനും ഓട്ടോമാറ്റിക്കായിട്ട് API എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകും. അതായത് അതിൻ്റെ URL പാത്ത് നെയിമിൽ API വെച്ചിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട്, അതായത് API എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകും എല്ലാ URL. ഞാൻ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര്, ഹോസ്റ്റിൻ്റെ പേര് ആദ്യം എടുക്കുക. ഹോസ്റ്റിൻ്റെ പേര് ഇതാണ്, eCart_admin.txt. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ കളക്ഷൻ ഉണ്ടല്ലോ, ഈ കളക്ഷനിൽ പോവുക, വേരിയബിൾസ് പോവുക, എന്നിട്ട് നമ്മളിവിടെ ഒരു പുതിയ വേരിയബിൾ ഉണ്ടാക്കുക, ബേസ് URL എന്നിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബേസ് URL ആയിട്ട് ഈ വാല്യൂ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ നമ്മളെ എല്ലാ API റൗട്ട്സിലുള്ള എല്ലാ റൗട്ടിനും സ്റ്റാർട്ടിങ്ങിലൊരു API എന്നുള്ളൊരു പാത്ത് ഉണ്ടാവും ഇതേപോലെ. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് ലാസ്റ്റ് സ്ലാഷ് കൊടുക്കണ്ട, ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മൾ APIൻ്റെ റൗട്ട്. ഈ റൗട്ടായിരിക്കും നമ്മൾ ഇതിൽ കൊടുക്കുന്ന എല്ലാ റൗട്ട്സിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. ഇനി നമ്മൾ ഈ API/products എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ സംഭവം വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഇപ്പോൾ അതവിടെ മതി. ഇനി നമ്മൾ എന്തെന്ന് വെച്ചാൽ ലിസ്റ്റ് പോവുക, ബേസ് URL നമ്മൾ കേർലി ബ്രാക്കറ്റ് കണ്ടിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ബേസ് URL അടിച്ച് കഴിഞ്ഞാൽ ആ ബേസ് URL അവിടെ നിന്ന് എടുക്കും. ആ ബേസ് URL എടുത്തു API വരെ. ഇനി സ്ലാഷ് നമ്മളെ പ്രൊഡക്ട്സ് ഗെറ്റ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ എല്ലാ ഡാറ്റയും കിട്ടി, എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡാറ്റയും കിട്ടി. ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയിം, സ്ലഗ്, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, സ്റ്റോക്ക്, യൂസർ ID, കാറ്റഗറി ID, ഇമേജ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് API ആയിട്ട് കിട്ടി. ഓക്കെ, ഇതിലിപ്പോൾ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നത് ഇമേജാണ്. ഇമേജിന് നമുക്ക് ഇമേജിൻ്റെ ഫയലിൻ്റെ നെയിം മാത്രമേ ഉള്ളൂ. ഇമേജ് നമുക്ക് ഫുൾ URL ആയിട്ട് ലിങ്ക് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുള്ള ഈ മോഡലിൽ പോയിട്ട് പുതിയ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാക്കാം. ഈ ആട്രിബ്യൂട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഡാറ്റാബേസിൽ കോളം മറ്റൊന്നും വരില്ല. നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ APIയിൽ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ട് അയക്കുമല്ലോ, ഇവിടെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് അയക്കുമല്ലോ. അപ്പോൾ ഇതിൽ ഡിഫാൾട്ടായിട്ട് ഇത്രയും ഫീൽഡ് ഉണ്ടാവുക. ഡിഫാൾട്ടായിട്ട് ആ പ്രൊഡക്ട്സ് എന്ന ടേബിളിൽ ഏതൊക്കെ കോളം ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ കിട്ടും. ആ എല്ലാ കോളം അങ്ങോട്ട് പാസ് ചെയ്യും ഒക്കെ ഡിഫാൾട്ടായിട്ട്. അപ്പോൾ നമുക്കൊരു അഡീഷണൽ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് വേണം. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്കൊരു image_URL എന്നൊരു ആട്രിബ്യൂട്ട് അയക്കണം. ഫ്രണ്ട് എൻഡൊക്കെ API എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസിൽ image_URL ഒരു ഫീൽഡും കൂടി അയക്കണം. പക്ഷേ അത് നമുക്ക് ഡാറ്റാബേസിൽ ആവശ്യമില്ല. ഡാറ്റാബേസിൽ അതിനായിട്ട് ഇനിയിപ്പോൾ ഒരു കോളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡാറ്റാബേസിൽ ഇമേജ് പറഞ്ഞ ഫീൽഡ് ഓൾറെഡി ഉണ്ട്. അതിൽ image_URL ഉണ്ട്, വേറൊരു ഫീൽഡ് കോളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ജസ്റ്റ് APIക്ക് ഡാറ്റ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ മോഡൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം, ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഒരു എക്സ്ട്രാ ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട്, ഇത് APIയിൽ മാത്രമല്ല കേട്ടോ, ഈ മോഡൽ എവിടെയൊക്കെ യൂസ് ചെയ്യും അവിടെയൊക്കെ നമുക്ക് ഒരു എക്സ്ട്രാ ആട്രിബ്യൂട്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് പബ്ലിക് ഫങ്ഷൻ ഗെറ്റ് image_URL ആട്രിബ്യൂട്ട് എന്ന് കൊടുക്കുക. ഇത് ഈ പേരിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം ഗെറ്റ് എന്ന് കൊടുക്കുക, പിന്നെ ലാസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മളെ
ആട്രിബ്യൂട്ടിന് എന്താ പേര് കൊടുക്കേണ്ടത് എന്നുള്ളത് ക്യാമൽ കേസ് ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, ക്യാമൽ കേസ് ആയിട്ടാണ് ഇത് കൊടുക്കുക. ഇമേജ് URL. ഇനി നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിനെ ബിൽഡ് ചെയ്യും. ഓക്കെ, ബിൽഡ് ചെയ്യും. ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ മതി. തൽക്കാലം നമ്മൾ URL ഓഫ് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാവും നമ്മളെ ലാറാവലിൽ ഇൻബിൽഡായിട്ട് ആപ്പ് കണ്ടെയ്നറിൽ വരുന്നതാണ്. അപ്പോൾ URL ഓഫ് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ദിസ് ഇമേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് പറഞ്ഞ മോഡലിലുള്ള അല്ലെങ്കിൽ ടേബിളിലുള്ള ഇമേജ് പറഞ്ഞ ഫീൽഡ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് പറഞ്ഞ ഫീൽഡിനെ എടുത്തിട്ട് ഒരു URL ബിൽഡ് ചെയ്യാണ്. ഒരു കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു URL ബിൽഡ് ചെയ്യാണ്. ഓക്കെ, ഇത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നമ്മൾ സെൻഡ് അടിച്ചാലും സാധനം വരുന്നില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോഡലിനോട് പറയണം ഈ മോഡലിൽ എപ്പോഴൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യുമ്പോഴും അപ്പോൾ ഈ എക്സ്ട്രാ ഒരു ആട്രിബ്യൂട്ടും കൂടി കൊടുക്കണം അവർക്ക് എന്നുള്ളത് നമ്മൾ ഈ മോഡലിനോട് പറയണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് അപ്പൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമേജ് _URL കണ്ടോ ഇങ്ങനെ കൊടുക്കണം. ഇമേജ് _URL ഈ സാധനമാണ് നമ്മൾ ക്യാമൽ കേസ് ആയിട്ട് ഇവിടെ ഇമേജ് URL എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ വേറൊരു സാധനം ഞാൻ പറയുകയാണ് യൂസർ ഡാറ്റ, അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുക. യൂസറിൻ്റെ U ക്യാപിറ്റൽ ഡാറ്റ ക്യാപിറ്റൽ ഇങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ യൂസർ _ഡാറ്റ എന്നാക്കും അങ്ങനെ. ഓക്കെ, അപ്പോൾ അതൊരു കൺവെൻഷനാണ്. ഇനി നമുക്ക് സെൻഡ് അടിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ നമ്മളെ ഇമേജ് URL നമുക്ക് കിട്ടി ഇതിൻ്റെ കൂടെ. പക്ഷേ ഇങ്ങനൊരു സാധനം ഡാറ്റാബേസിൽ ഉണ്ടാവില്ല. ഇത് മോഡലിൽ മാത്രം നമ്മൾ വരുത്തുന്ന ഒരു സ്പെസിഫിക് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിൽ ഉള്ള കോളംസ് വെച്ചിട്ട് എക്സ്ട്രാ സാധനങ്ങളൊക്കെ നമുക്ക് ഈ മോഡലിൽ എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടൊരു ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് യൂസറിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് അയക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏജ് എന്നുള്ളൊരു ഫീൽഡ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡ് പോയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഏജ് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ആ കാൽക്കുലേഷൻ ചെയ്തൊരു ഫംഗ്ഷൻ ആട്രിബ്യൂട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഏജ് അവിടെ പോയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മോഡലിലാണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മോഡലായിട്ടുള്ള കൺസെപ്റ്റ് ഉള്ളത് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാബേസ് ടേബിളിൽ ഡയറക്റ്റായിട്ട് അതിനിങ്ങനെ ഡാറ്റ എടുത്താൽ പോരെ. അപ്പോൾ ഈ മോഡൽ പറയുന്നത് മെയിനായിട്ട് അതിനാണ്. നമുക്ക് കിട്ടിയ ഡാറ്റാബേസിലുള്ള ഡാറ്റനെ മോഡിഫൈ ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് മീൻസ് അതിലുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കാനും അത് നമുക്ക് വേണ്ട രീതിക്ക് ആക്കിയെടുക്കാനൊക്കെയാണ് ഈ മോഡൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിതിൽ ഈ ലിങ്കിലോട്ടൊന്ന് പോയി നോക്കാം. ഈ ഇമേജൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, കണ്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഇമേജൊക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഡാറ്റ ഫുള്ള് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ആപ്പ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഹോം പേജ് നേരത്തെ ഉണ്ടാക്കിയിരുന്നല്ലോ നമ്മുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിലേഷൻഷിപ്പ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തതിനൊരു ഹോം പേജ് അത് എടുക്കാം. ഈ പേജ് ഇതിലാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സംഭവം പഠിപ്പിച്ചത് റിലേഷൻ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ അടിയിൽ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് പബ്ലിക് പ്രൊഡക്ട്സ് പറഞ്ഞിട്ട് ഇത് മൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് പ്രൊഡക്ട്സ് ഈക്വൽ ടു പ്രൊഡക്ട്സിൻ്റെ എല്ലാ പ്രൊഡക്ട്സ് എടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടി ഓൾറെഡി ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ട്സ് എന്നുള്ള വേരിയബിൾ നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ലൂപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവമാണുള്ളത്. പക്ഷേ ഞാനൊരു സാധനം കൂടി പഠിപ്പിച്ചത് അയാക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് സാധാരണ പഴയ പ്രൊജക്ട്സിലൊക്കെ ഡാറ്റ എങ്ങനെ എടുക്കൽ വെച്ചാൽ ചില സന്ദർഭങ്ങളിൽ, അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് API വഴി ഡാറ്റ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതായത് നമുക്ക് സാധാരണ ലാറാവലിൽ തന്നെ ഇവിടെ നിന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അത് ഇവിടെ യൂസ് ചെയ്താൽ മതി. സാധാരണ കേസിൽ അതാണ് എപ്പോഴും യൂസ് ചെയ്യൽ. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് API യൂസ് ചെയ്ത് ഡാറ്റ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ജേക്വറി പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ആ ജേക്വറിൽ അജാക്സ് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, API റിക്വസ്റ്റ് അയക്കും. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ജേക്വറിൻ്റെ CDN നമ്മളെ ആപ്പിൻ്റെ ലേഔട്ടിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ ആദ്യം അതിന് ജേക്വറി CDN അടിക്കുക. ജേക്വറി CDN ഓക്കെ, ഇത് നടക്കുക CDN JSON. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ടാഗ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് ടാഗ് നമ്മളെ ലേഔട്ടിൽ കൊടുക്കുക. ലേഔട്ടിൽ കൊടുത്ത് നമുക്ക് എല്ലാ പേജിലും അത് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ലേഔട്ടിൽ കൊടുക്കുക. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ടാഗ് ലേഔട്ടിൽ കൊടുത്തു. അപ്പോൾ നമ്മളെ ജേക്വറി ആയിട്ടുള്ള ഈ ഒരു JS ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും നമ്മളെ ബ്രൗസർ ഓട്ടോമാറ്റിക്കലി. എന്നിട്ടത് നമ്മളെ ഈ ഒരു HTML ലേഔട്ടിൽ ലിങ്ക് ചെയ്യും. അപ്പോൾ
നമുക്ക് ഇനി എല്ലാ ഇതിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി എന്ത് ചെയ്യാം, jQuery വെച്ചിട്ട് ആ ഡാറ്റ വെച്ച്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു UL ലിസ്റ്റ് ഉണ്ടാക്കിയേക്കാണ്. ഒരു UL ലിസ്റ്റ് ഉണ്ടാക്കിയേക്കാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇതിനൊരു ID കൊടുക്കുകയാണ്, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ID കൊടുക്കും, പ്രൊഡക്ട്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ID കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അടിയിൽ ഞാൻ സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കും, എന്നിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വഴി ഡാറ്റ ആപ്പിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് നമ്മൾ ഡൈനാമിക്കലി ഈ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് പറഞ്ഞ ID ഉള്ള എലമെൻറ്റിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യും നമ്മൾ ആ ഐറ്റംസ്. ഓക്കെ, അതും ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഞാൻ തൽക്കാലം ഫോം കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഫോമിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ നമ്മൾ. ഓക്കെ, ഞാൻ തൽക്കാലം ഈ ഫോം കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഈ സാധനം കളയാണ് തൽക്കാലം. ഇവിടെ ഈ സാധനം മാതിരി ഇവിടെ ഞാനിവിടെ ലോഡിങ് കൊടുക്കുകയാണ് തൽക്കാലം. ഓക്കെ, ഇത് പ്യുവർ വാനില ജാവാസ്ക്രിപ്റ്റ് HTML ആണ്. ഇവിടെ PHP ആയിട്ടൊരു ബന്ധം വരുന്നില്ല, കാരണം നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ആപ്പിൽ നിന്ന് ഡാറ്റ വെച്ച് ചെയ്തിട്ട് HTML കയറ്റാണ്. പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് HTML ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡിങ് വന്നു ആ UL. ഓക്കെ, ആ ULൻ്റെ ലോഡിങ് വന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് വാനില ജാവാസ്ക്രിപ്റ്റ് അറിയണവർക്ക് പെട്ടെന്ന് കത്തുമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു HTML ഉള്ള ഒരു എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്സസ് ചെയ്തിട്ട് നമുക്ക് അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ HTML നമ്മൾ ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു വേരിയബിൾ ഓൾറെഡി നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് document.get element by ID എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, document.get element by ID എന്നൊരു സംഭവമുണ്ട്. ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയും എക്സിക്യൂട്ട് ആകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്നുള്ള ID ഉള്ള എലമെൻറ്റിനെ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ള ഇന്നർ HTML-നെ നമ്മൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് തൽക്കാലം നമുക്ക് കാര്യം ചെയ്യാം. ഈ ഒരു സംഭവം const ref = ഞാൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ UL element എന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, UL element. അപ്പോൾ ആ UL element ഞാൻ ഈ വേരിയബിളോട്ട് എടുത്തു. ഇനി എനിക്ക് ഡൈനാമിക്കലി ഈ UL elementൻ്റെ വാല്യൂസ് ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റും. പണ്ടത്തെ വെബ്സൈറ്റുകൾ ഫുള്ള് ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നത്, ഫുള്ള് ഡൈനാമിക്കലായിട്ടുള്ള പണ്ടത്തെ വെബ്സൈറ്റുകൾ ഫുള്ള് ഈ ഡോക്യുമെൻറ്റിൻ്റെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് എല്ലാ വർക്കിങ്ങും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ UL element.inner HTML പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഹലോ അങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ ഈ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ഹലോ ഭാഷ എന്ന് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ലോഡിങ് വരുന്നില്ല. കാരണം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പേജ് എന്ത് റെൻഡർ ചെയ്യുമ്പോൾ ആദ്യം UL റെൻഡറായി, ലോഡിങ് തന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആയപ്പോൾ ആ എലമെൻറ്റ് ആക്സസ് ചെയ്ത എലമെൻറ്റിൻ്റെ ഇന്നർ HTML മാറ്റിയിട്ട് ഹലോ ഭാഷ എന്നാക്കി. അപ്പോൾ ഈ ലോഡിങ് കാണാനുള്ള സമയം കൂടി നമുക്ക് കിട്ടിയില്ല, അതിന് മുമ്പ് തന്നെ അത് മാറി. ഓക്കെ, ഞാൻ അപ്പോൾ കാണാനുള്ള സമയം ഞാൻ കിട്ടിച്ചേരാം. എങ്ങനെ ചെയ്യാൻ, ജസ്റ്റ് ടൈം ഔട്ട് കൊടുത്താൽ മതി, സെറ്റ് ടൈം ഔട്ട്. ഓക്കെ, സെറ്റ് ടൈം ഔട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കുക. ഒരു 2 സെക്കൻഡിന് ശേഷം മാത്രം നമുക്ക് ഹലോ ഭാഷ കൊടുത്താൽ മതി. ഇനി കണ്ടോ, റീഫ്രഷ് ചെയ്ത് ലോഡിങ് 2 സെക്കൻഡിന് ശേഷം ഹലോ ഭാഷ എന്നായി, കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോ തവണ document.get element by ID ആ സംഭവമൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ തവണ ഓരോ എലമെൻറ്റ് എടുക്കാൻ document.get element by അങ്ങനെ എടുക്കണം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് jQuery എന്നത്. വിത്ത് വേറെ കുറേ ഫീച്ചേഴ്സ്. അപ്പോൾ അത് സിമ്പിളാക്കാൻ വേണ്ടി jQuery വന്നു. അപ്പോൾ jQuery എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് $symbol ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഹാഷ് പ്രൊഡക്റ്റ് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് പറഞ്ഞ ID ഉള്ള എലമെൻറ്റ് എടുക്കും. ഡോട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന ക്ലാസ്സുള്ള എലമെൻറ്റിന് എടുക്കും. പിന്നെ വെറും പ്രൊഡക്റ്റ് ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന പേരുള്ള എലമെൻറ്റ്, അതായത് ഇപ്പോൾ UL എന്ന് എടുത്ത് കഴിഞ്ഞാൽ UL പറഞ്ഞ എലമെൻറ്റ്സും എല്ലാം എടുക്കും. അതങ്ങനെ. അപ്പോൾ പ്രൊഡക്റ്റ് ID എടുത്ത് ഹാഷ് പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന ID ഉള്ള എലമെൻറ്റിനെ ഈ വേരിയബിളിലോട്ട് എടുക്കും. ഓക്കെ, ഈ വേരിയബിൾ എടുത്ത ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തപ്പോൾ .inner HTML എന്നുള്ള കൊടുത്ത് ഇതിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുക ടെക്സ്റ്റ് മറ്റൊരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഓക്കെ ഇങ്ങനെ കൊടുക്കും. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് കണ്ടോ അതിൻ്റെ പേര് വന്നു. സെയിം തന്നെ ഇപ്പോൾ jQuery വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, അത്ര വ്യത്യാസമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ സംഭവം jQueryയും മറ്റേ സംഭവം മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് വാനില സ്ക്രിപ്റ്റ് വാനില ജാവാസ്ക്രിപ്റ്റിൻ്റെ തിങ്സാണ് അതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ഞാൻ ഫോണ്ടോസത്തിൻ്റെ CDN കൂടി കയറ്റുകയാണ്. നമുക്ക് ഫോണ്ടോസം CDN ഫോണ്ടോസത്തിൻ്റെ CDN കയറ്റുകയാണ്. ഇത് കോപ്പി ചെയ്യാണ്. അതും കൂടി ഞാൻ നമ്മളെ ലേഔട്ടിൽ കൊടുക്കുകയാണ്. ലേഔട്ടിൽ ഓക്കെ, അതും കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡിങ് ഡിഫാൾട്ടായിട്ട് ഈ ULൻ്റെ ഉള്ളിൽ ഒരു ലോഡിങ് കാണിക്കുകയാണ്. ഡിഫാൾട്ടായിട്ട് ലോഡിങ്ങിൻ്റെ ഒരു ക്ലാസ് സ്പിന്നർ ഓക്കെ. അപ്പോൾ ഡിഫാൾട്ടായിട്ട് അത് ലോഡിങ്ങിൽ കിടക്കണുണ്ടോ. എന്നിട്ടൊരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് റീപ്ലേസ്. അപ്പോൾ ഡിഫാൾട്ടായിട്ട് ലോഡിങ്ങിലായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ള കണ്ടൻറ്റ് ഉണ്ടല്ലോ, ഈ ULോട്ടുള്ള കണ്ടൻറ്റ് API വഴി ഫെച്ച് ചെയ്ത്, നമ്മൾ API ഓൾറെഡി ഉണ്ടാക്കി, API ഓൾറെഡി ഉണ്ടാക്കി. ആ API വഴി ഫെച്ച് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ Ajax എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വേറെ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തൊക്കെ അറിയാം. ഫെച്ച് ഉണ്ട്, അതേപോലെ ആക്സിയോസ് ഉണ്ട്. ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫെച്ച് ഡിഫാൾട്ടായിട്ട് വരുന്നതാണ്. ആക്സിയോസ് ഉണ്ട്. അതേപോലെ ജേക്വറിൻ്റെ കൂടെ വരുന്നതാണ് അയാക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് അയാക്സ് പറഞ്ഞിട്ട് ഇതങ്ങനെ /products പറഞ്ഞിട്ട് ഇതിലോട്ട് ലിങ്കിലോട്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്യാണ്, ഈ URL ഫുള്ളായിട്ട് കോപ്പി ചെയ്യാണ്. /products ഓക്കെ. ഗെറ്റ് ചെയ്ത ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ആദ്യം കൺസോളിലോട്ട് ലോഗ് റെസ്പോൺസ്. ഓക്കെ. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളെ പേജ് ലോഡാവും. 2 സെക്കൻഡിന് ശേഷം ഇതിലോട്ട് നെറ്റ്വർക്ക് റിക്വസ്റ്റ് പോകും. ഓക്കെ. റീഫ്രഷ് അടിക്കുകയാണ്. പേജ് ലോഡായി. 2 സെക്കൻഡിന് ശേഷം കണ്ടോ പ്രൊഡക്ട്സ് പറഞ്ഞിട്ടുള്ള ഇതിലൂടെ നെറ്റ് റിക്വസ്റ്റ് പോയി. സാധാ നമ്മളെ HTTP റിക്വസ്റ്റ്, അതിൻ്റെ റെസ്പോൺസൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ റെസ്പോൺസ് കൺസോളും ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിവിടെ വരുന്നുണ്ട്. ഒക്കെ അതിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ലിസ്റ്റ് ഐറ്റംസ് ആക്കിയാൽ മതി. അതിനെന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ ഈ ഒരു എലമെൻറ്റ് നമ്മൾ ഈ വേരിയബിളോട്ട് എടുത്തുക്കണം. നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത് മാനിപ്പുലേറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമ്മളൊരു UI എലമെൻറ്റ് ഡോട്ട് ഇങ്ങനെ HTML ഇട്ട് റെസ്പോൺസ് എടുത്ത് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്തു. 2 സെക്കൻഡിന് ശേഷം ഇവിടെ പ്രത്യേകിച്ച് എന്താ വന്ന് നോക്കാം നമുക്ക്. ഇനി എലമെൻറ്റിനുള്ളിൽ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ ഉള്ളിലൊന്നും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈ റെസ്പോൺസിലുള്ള ഓരോ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ലിസ്റ്റ് ഐറ്റമായിട്ട് ഇതിനുള്ളിൽ കയറ്റാം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസ് .for each എന്നിട്ട് അപ്പൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ലിസ്റ്റ് ഐറ്റത്തിൻ്റെ ഉള്ളിലോട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വേരിയബിളായിട്ട് കൊടുക്കാം. ഓക്കെ. ഇങ്ങനെ അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്പോൺസിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്റ്റ് എടുക്കും. ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഈ UL എലമെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് അപ്പൻഡ് ചെയ്യും. ഈ സാധനം അപ്പൻഡ് ചെയ്യും. ആദ്യം ഈ ലിസ്റ്റ്, അപ്പോൾ ആദ്യം വരുന്ന പ്രൊഡക്റ്റിൻ്റെ നെയിം വെച്ചിട്ട് ഒരു ലിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും, അതിൻ്റെ ഉള്ളിൽ ഇടും. പിന്നെ അടുത്ത പ്രൊഡക്റ്റിൻ്റെ നെയിം വെച്ചിട്ട് ഒരു ലിസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റും. അങ്ങനെ അപ്പൻഡ് ചെയ്ത് അവസാനം എല്ലാ ലിസ്റ്റും അവിടെ വരും. കണ്ടോ, 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം വന്ന്. അപ്പോൾ ഇതാണ് Ajax എന്ന കൺസെപ്റ്റ്. ഓക്കെ. ഇതാണ് നമുക്ക് ഫെച്ച് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ പണ്ടൊക്കെ Ajax ആണ് യൂസ് ചെയ്തിരുന്നത് കൂടുതൽ. ഓക്കെ. അപ്പോൾ സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ ലോഡിങ് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കളയാം. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാം. സക്സസ് ആയി കഴിഞ്ഞാൽ UI എലമെൻറ്റ് എംപ്റ്റി ആക്കുക. അങ്ങനെ ആകുമ്പോൾ ലോഡിങ് പോകും. കണ്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു URL ഷോർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിന് സാധാരണ അങ്ങനെ റൗട്ട് നെയിം കൊടുക്കലില്ല. കാരണം ആപ്പിന് റൗട്ട് നെയിമിൻ്റെ ആവശ്യം വരില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിട്ടും റൗട്ട് നെയിം കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഹോം പ്ലേറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ മറ്റേ സാധനം വിളിക്കാം. ഏത് റൗട്ട് ഓഫ് എന്നുള്ള സാധനം. ഓക്കെ. ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ആ റൗട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യും ലെറാവിൽ. എന്നിട്ട് പരിപാടികൾ കറക്റ്റായിട്ട് നടക്കും. സെയിം തന്നെ, നേരത്തെ സെയിം പരിപാടി തന്നെ നടക്കും. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ API ഉണ്ടാക്കി അത് Ajax വെച്ചിട്ട് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്തു. ഓക്കെ. അപ്പോൾ Ajaxും പഠിച്ചു, നമ്മൾ സിമ്പിൾ APIയും പഠിച്ചു. ഇനി പക്ക API കൺസെപ്റ്റ്, ഇനി പക്ക API മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ബ്ലേഡും കാര്യങ്ങളും നമ്മൾ ഇനി ഫോക്കസ് ചെയ്യില്ല, പക്ക API. ഓക്കെ. നമ്മൾ പോസ്റ്റ്മാനും API മാത്രമായിരിക്കും ഇനി യൂസ് ചെയ്യുക. അപ്പോൾ പോസ്റ്റ്മാനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എല്ലാവരും. ഓക്കെ.